മഹത്വമോ ഉയർന്ന സ്ഥാനമോ നേടാൻ പഴയ ചിന്തകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുക. മഹത്വം കൈവരിക്കുന്നതിന് ചിന്തയിലും പ്രവർത്തനത്തിലും മാറ്റം അനിവാര്യമാണ്. ചിന്തകൾ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥ വികസിപ്പിക്കുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമാണ്. പഴയ രീതിയിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം പുതിയ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നത് നല്ല മാറ്റത്തിന് അത്യന്താപേക്ഷിതമാണ്. പൊരുത്തപ്പെടുത്തൽ എന്നതിൻ്റെ അർത്ഥം പരമ്പരാഗത ചിന്തയുടെ പരിധിയിൽ നിന്നും മോചനം നേടി മുന്നേറുക എന്നതാണ്. പഴയ തുകൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ മടിക്കുന്നത് പോലെ പഴയ മാനസികാവസ്ഥയിലേക്ക് പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് പൊരുത്തപ്പെടാതെ വികസനത്തെ തടസ്സപ്പെടുത്തും. മാറ്റമെന്നത് പഴയതിൽ നിന്നും പുതിയതിലേക്ക് തിരിച്ചും മാറുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയെ സ്വീകരിക്കുന്നതിൽ, പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിൽ, അവയെ നിങ്ങളുടെ സർക്കാലമകതയുമായി ബന്ധപ്പെടുത്തുന്നതിനുമുള്ള തുറന്ന മനസ്സുണ്ടാക്കുന്നു. പഴയതും പുതിയതുമായ ആശയങ്ങൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ പാത നിർണ്ണയിക്കുന്നു. ജീവിതത്തിൽ പുതുമ കൊണ്ടുവരുവാൻ ചിന്തയിലും പ്രവർത്തനത്തിലും പുതുമ കൊണ്ടുവരണം. പഴയ ചിന്തകൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ബൈബിൾ പ്രതീകാത്മകമായി സൂചിപ്പിക്കും. അതിനാൽ നവീകരണം നമ്മുടെ മനസ്സുമാറ്റത്തിനുള്ള സന്നദ്ധത ആവശ്യപ്പെടുന്നു. നവീകരിച്ച ചിന്ത നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഊർജ്ജസ്വലമാക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും മഹത്വം കൈവരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നു. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും മഹത്വം കൈവരിക്കാൻ പ്രാപ്തരാക്കുന്നു. കാഴ്ചപ്പാടുകൾ തുടർച്ചയായി പുതുക്കുന്നതിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കായി നിലയ്ക്കാത്ത ഊർജം ഉപയോഗിക്കാൻ കഴിയുന്നു. പ്രായപരിധിയില്ലാതെ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും നേട്ടവും എല്ലാവർക്കും വേണ്ടിയാണ്. വലുതും ആഗ്രഹിക്കുന്നതും നേടാൻ പഴയ ആശയങ്ങളും സമ്പ്രദായങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. നൂതനത്വം സ്വീകരിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ സകാത്മത ഊട്ടിയുറപ്പിക്കുക, കാഴ്ചപ്പാട് പുതുക്കുക എന്നിവ ശ്രദ്ധേയമായ കാര്യങ്ങൾ നേടുന്നതിനുള്ള പ്രധാന ചുവടുകളാണ്. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഭൂതകാലത്തോട് പറ്റി നിൽക്കാതെ വർത്തമാനകാലത്തിൻ്റെയും ഭാവിയുടെയും സാധ്യതകൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ചിന്തയെ പരിണമിപ്പിക്കുക. ജീവിതമഹത്വത്തിൽ എത്തിച്ചേരുക. ശ്രോതാക്കൾക്ക് നന്ദി.